ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ റിസ്മോനോട് ഒരു കുട്ടി ഷോപ്പിങ്ങിന് പോയതാണ് കേട്ടോ. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ റിസ്മോന് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കൂടെ ഇങ്ങനെ പർച്ചേസിങ്ങിനൊക്കെ വരാൻ. എല്ലാ സാധനവും വന്ന് അഴിച്ച് വരച്ച് നോക്കും ഞാൻ കേട്ടോ. മുൻപ് പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ ഇപ്പോൾ പോകുമ്പോൾ അതിൻ്റെ വില മാറിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കും. നമ്മൾ ഈ സ്വർണ്ണത്തിൻ്റെ വില നോക്കത്തില്ലേ, അതുപോലെ. അപ്പോൾ മിക്ക സാധനത്തിൻ്റെ വില ഞാൻ നോക്കുന്നുണ്ട്. എനിക്കതൊരു അസുഖമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ കുഴപ്പമുണ്ടോ ഗൈസ്? പിന്നെ ഏതാണ്ട് കുറേ സാധനങ്ങൾ നല്ല ഓഫറിനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പം പിന്നെ ഇവിടെ ഒരു 49-ൻ്റെയും 99-ൻ്റെയും ബോക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉണ്ട് ഞാൻ ഐസ്ക്രീം മോൾഡൊക്കെ എടുത്തത്. ഐസ്ക്രീമിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, കാണാത്തുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക. പിന്നെ ഇതുപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ എടുത്തിട്ട് അവിടെ വെച്ച് തന്നെ നമ്മൾ വെയിറ്റൊക്കെ മെഷർ ചെയ്ത് ബില്ലൊക്കെ ചെയ്ത് മേടിക്കണം. അപ്പോൾ അതൊക്കെ റിസ്മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്കിതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല. ഞാൻ ഇതെല്ലാം എടുത്തു കൊടുത്താൽ മതി, അവൻ കൊണ്ട് ബില്ലടിച്ചോളും. അതുകൊണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ കണ്ടതെല്ലാം ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ റിസ്മോന് ബോൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സന്തോഷമാണ് അവൻ ലിഫ്റ്റിൽ കിടന്നിട്ട് ഭയങ്കര ഡാൻസ് കളിക്കുന്നത്. മുകളിലത്തെ നിലയിലേക്ക് പോകാനായിട്ട് ലിഫ്റ്റ് ഉണ്ട്. നമുക്ക് നമ്മുടെ ട്രോളിയും കൂടെ കൊണ്ട് തന്നെ നമുക്ക് മുകളിലേക്കൊക്കെ പോകാൻ കേട്ടോ. അപ്പോൾ ലിഫ്റ്റ് കയറിയിട്ട് പോകും. ഞങ്ങൾ താഴേക്ക് ലിഫ്റ്റിലാണ് വന്നത്. അതേ ബില്ലടിക്കാൻ വന്നപ്പോഴത്തേക്ക് ഐസ്ക്രീം മോൾഡിൻ്റെ പാക്കിംഗ് കവറൊന്നും കണ്ടില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ അതേ വന്നിട്ട് ഹിബായം വിളിച്ചുകൊണ്ടാണ് കേട്ടോ വീട്ടിൽ വന്നത്. അപ്പോൾ ഹിബൂസ് എൻ്റെ ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് പോയത്. അവൾക്ക് ഡാൻസ് പ്രാക്ടീസ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയിട്ട് ഇങ്ങനെ ഷോ കാണിക്കുകയാണ് കേട്ടോ. എൻ്റെ ഡ്രസ്സാണ് കഴിച്ചിട്ടേക്കുന്നത്. എൻ്റെ ഡ്രസ്സ് ഇട്ടും കൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. പിന്നെ എല്ലാവരും പറയും ഞാൻ മോളുടെ ഡ്രസ്സ് എടുത്തിടുമെന്ന്. പക്ഷെ ഞാൻ മോളുടെ ഇട്ടിട്ടില്ല, എൻ്റെത് അവളാണ് ഇടുന്നത്. ബൈ, നാളെ 12 മണിക്കാം. ഓക്കെ. റിസ്മോന്നുണ്ട്. റിസ്മോൻ്റെ ബർത്ത്ഡേ ഡ്രസ്സൊക്കെയാണ് ഇട്ടേക്കുന്നത്. ടോനി ഒന്ന് ഞാൻ പപ്സ് മേടിച്ചു കൊടുത്തില്ല എന്ന്.